പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിന്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം. കേരളത്തിലെ വിശ്വാസികളെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തിയിരിക്കണം എന്നാഗ്രഹിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ എത്തുന്ന ഈ ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവിനെ പൂജിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ തിരുമല, തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം, പുരി ജഗന്നാഥ ക്ഷേത്രം, ബദ്രിനാഥ് മഹാവിഷ്ണു ക്ഷേത്രം എന്നിവ കഴിഞ്ഞാൽ ഏറ്റവും അധികം തിരക്കുള്ള വൈഷ്ണവ ദേവാലയവും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിച്ചേരുന്ന ക്ഷേത്രവും ഗുരുവായൂരാണ്. ഈ ക്ഷേത്രത്തിലെ യഥാർത്ഥ പ്രതിഷ്ഠ ചതുർബാഹുവായ വിഷ്ണു ഭഗവാനാണ്. എന്നിരുന്നാലും ഭഗവാന്റെ 9ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണന്റെ പേരിലാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രസക്തി. നിരവധി രൂപങ്ങളിൽ ആരാധിക്കപ്പെടുന്നുണ്ടെങ്കിലും ഉണ്ണിക്കണ്ണന്റെ രൂപത്തിലാണ് ഭൂരിപക്ഷം ഭക്തരും ഗുരുവായൂരപ്പനെ ആരാധിക്കുന്നത്. കൃഷ്ണാവതാര സമയത്ത് ഗുരുവായൂർ എന്നായിരുന്നു ഗുരുവായൂരിന്റെ ആദ്യകാല നാമം. 14ാം നൂറ്റാണ്ടിലെ കോക സന്ദേശത്തിൽ ഗുരുവായൂർ എന്നാണ് പരാമർശിച്ചിരിക്കുന്നത്. ഇത് ലോപിച്ച് ഗുരുവായൂർ എന്നായി മാറി എന്നതാണ് വിശ്വാസം. മാതാപിതാക്കളായ ദേവകിക്കും വാസുദേവർക്കും കാരാഗ്രഹത്തിൽ വച്ച് ദർശനം നൽകിയ വിഷ്ണു രൂപമാണ് ഇവിടെയുള്ളതെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഇതാണ് ഗുരുവായൂരപ്പനെ ഉണ്ണിക്കണ്ണന്റെ രൂപത്തിൽ കാണുന്നതിന് ഒരു കാരണം. ആദ്യകാലത്ത് ഇതൊരു ദേവീക്ഷേത്രമായിരുന്നു അത്രേ. പഴയ ഭഗവതി പ്രതിഷ്ഠയാണ് ഇന്ന് ക്ഷേത്രം അതിലകത്ത് വടക്ക് കിഴക്കായി കാണപ്പെടുന്ന ദുർഗ ഭദ്രകാളി സങ്കല്പത്തോടു കൂടിയ ഭഗവതി. ഈ ഭഗവതിയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ സംരക്ഷണമൂർത്തി എന്നാണ് വിശ്വാസം. തന്മൂലം ഈ പ്രതിഷ്ഠയ്ക്ക് സവിശേഷ പ്രാധാന്യം നൽകുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ ഉപദേവതകളായി ഗണപതി, അയ്യപ്പൻ, സുബ്രഹ്മണ്യൻ, ഹനുമാൻ, നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. കൂടാതെ അദൃശ്യ സങ്കല്പമായി ശിവന്റെ ആരാധനയും നടക്കുന്നുണ്ട്. കുംഭമാസത്തിൽ പൂയ നക്ഷത്ര ദിവസം കൊടിയേറി 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം. കൂടാതെ വൃശ്ചിക മാസത്തിലെ വെളുത്ത ഏകാദശി വ്രതം, ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി, തിരുവോണം, മേടമാസത്തിലെ വിഷു, ധനു 22-നും മകരം 4ാമത്തെ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ആയി നടക്കുന്ന ഭഗവതിയുടെ താലപ്പൊലികൾ എന്നിവയും വിശേഷമാണ്. കിഴക്കേ നടയിൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിനു പിന്നിൽ പഴയ ദേവസ്വം ഓഫീസിന്റെ പരിസരത്തായി മറ്റൊരു ഗണപതി പ്രതിഷ്ഠയുണ്ട്. ഓഫീസ് ഗണപതി അഥവാ കാര്യാലയ ഗണപതി എന്നാണ് ഈ പ്രതിഷ്ഠ അറിയപ്പെടുന്നത്. വനഗണപതി ഭാവത്തിലാണ് പ്രതിഷ്ഠ. അതിനാൽ ശ്രീകോവിലിന് മേൽക്കൂരയില്ല. മറ്റുള്ള ഗണപതി വിഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തുമ്പിക്കൈ ഇടതുഭാഗത്തേക്കാണ്. കിഴക്കോട്ടാണ് ഈ ഗണപതിയുടെ ദർശനം. നാളികേരം മുടക്കലാണ് പ്രധാന വഴിപാട്. കിഴക്കു ഭാഗത്തു നിന്ന് വരുന്ന ഭൂരിപക്ഷം ഭക്തരും ഇവിടെ തൊഴുതിട്ട് മാത്രമാണ് ഗുരുവായൂരപ്പന്റെ ദർശനത്തിന് ചെല്ലുന്നത്. ഗണപതിയോടൊപ്പം ഇവിടെ ഭദ്രകാളി, നരസിംഹ ചൈതന്യങ്ങളുമുണ്ട് എന്നാണ് വിശ്വസിച്ചു പോരുന്നത്. മഞ്ജുളയാൽ ഗുരുവായൂരെത്തി എന്നതിന്റെ പ്രതീകമാണ്. അതിന്റെ ചുവട്ടിലായി ചിറക് നിവർത്തി നിൽക്കുന്ന ഗരുഡനെയും കാണാം. ഗരുഡൻ എന്നത് ഒരു വൈഷ്ണവ ചിഹ്നമാണ്. മഹാവിഷ്ണുവിന്റെ വാഹനമാണ് ഗരുഡൻ. അങ്ങനെ ഗരുഡൻ ചിറകുയർത്തി നിൽക്കുന്ന മഞ്ജുളയാൽ ഗുരുവായൂരിന്റെ വിശ്വാസവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. നിത്യവും ഭഗവാന് മാല ചാർത്തിക്കൊണ്ടിരുന്ന മഞ്ജുള ഒരു ദിവസം മാല ചാർത്താൻ വേണ്ടി വന്നപ്പോൾ നട അടച്ചുപോയെന്നും അതിൽ വല്ലാതെ സങ്കടപ്പെട്ട് ഈ ആൽമരത്തിന് ചുവട്ടിൽ വന്ന് കരഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പൂന്താനം നമ്പൂതിരി അടുത്തേക്ക് വരികയും എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഈ മാല ഭഗവാന് സമർപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു. എല്ലായിടത്തും ഗുരുവായൂരപ്പൻ ഉണ്ടെന്നും അതുകൊണ്ട് ഇവിടെ കാണുന്ന ഈ ശിലയിൽ ചാർത്തിക്കൊള്ളാൻ പറയുകയും ചെയ്തു.
അങ്ങനെ നമ്പൂതിരി ആൽമരത്തിന് ചുവട്ടിലുള്ള ഒരു ശില കാണിച്ചു കൊടുക്കുകയും ചെയ്തു. മഞ്ജുള ആ പൂമാല ആ ശിലയിൽ ചാർത്തുകയും ചെയ്തു. എന്നാൽ പിറ്റേ ദിവസം പൂജാതി കർമ്മങ്ങൾക്ക് എത്തിയ പൂജാരി ഭഗവാനിൽ നിന്ന് എല്ലാ മാലയും അഴിച്ചെങ്കിലും ഒരു മാല മാത്രം അഴിക്കാൻ സാധിച്ചില്ല. പിന്നീട് അത് പൂന്താനം നമ്പൂതിരി അത് മഞ്ജുള ചാർത്തിയ മാലയാണെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതിനുശേഷമുള്ള വലിയൊരു വിശ്വാസമാണ് ഭക്തർ എത്ര ദൂരെ നിന്ന് പ്രാർത്ഥിച്ചാലും ഭഗവാൻ അത് കേൾക്കുമെന്ന്. ഗുരുവായൂർ വരുന്ന ഓരോ ഭക്തരും ഏറ്റവും ഭക്തിയോടെ കാണുന്ന ഒന്നാണ് മരപ്രഭു. ഇതിനു പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ നിത്യസന്ദർശകനും ഭഗവാന്റെ പരമഭക്തനുമായ പൂന്താനം തിരുമേനി ഒരു ദിവസം വിഷ്ണു സഹസ്രനാമം ചൊല്ലുകയായിരുന്നു. അതിലെ ഒരു ഭാഗത്ത് പത്മനാഭോ അമരപ്രഭു എന്നതിനു പകരം അദ്ദേഹം പത്മനാഭോ മരപ്രഭു എന്നു തെറ്റായി വായിച്ചു. ഇത് കേട്ടു നിന്ന മേപ്പത്തൂർ പൂന്താനത്തെ വളരെയധികം കളിയാക്കി. അപ്പോൾ തന്നെ ശ്രീലകത്ത് നിന്ന് ഭഗവാൻ അമരപ്രഭുവും മരപ്രഭുവും ഞാൻ തന്നെ എന്ന് അരുളി ചെയ്തു. ഇതിന്റെ ഓർമ്മയ്ക്കായാണ് ഗുരുവായൂർ ദേവസ്വം ഗുരുവായൂർ ഗസ്റ്റ് ഹൗസിന് സമീപം ഈ ശില്പം നിർമ്മിച്ചത്. നിങ്ങൾ ഗുരുവായൂർ വരുവാണെങ്കിൽ എന്തായാലും കണ്ടിരിക്കേണ്ട ഒന്നു തന്നെയാണ് മഞ്ജുളയാലും മരപ്രഭുവും. ഗജരാജൻ ഗുരുവായൂർ കേശവൻ ഈ പേര് കേൾക്കാത്ത മലയാളികൾ ചുരുക്കം. 1976 ഗുരുവായൂർ ഏകാദശി ദിനത്തിന്റെ അന്ന് ഗുരുവായൂർ കേശവൻ ചരിഞ്ഞു. കേശവന്റെ മുറിച്ചു മാറ്റിയ ആ കൊമ്പുകൾ കിഴക്കേ നടയിൽ നാലമ്പലത്തിലേക്ക് പ്രവേശിക്കുന്ന വാതിലിന് മുകളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഗുരുവായൂർ കേശവന് ശേഷം ഗുരുവായൂരപ്പന്റെ ആനകളിൽ പ്രശസ്തനായിരുന്നു ഗുരുവായൂർ പത്മനാഭൻ. വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ മൂലം 2020 ഫെബ്രുവരി 26 പത്മനാഭനും ചേരുന്നു. ഇരുവരുടെ അനുസ്മരണത്തിനായി ഗുരുവായൂരിൽ തന്നെ ഇരുവർക്കും സ്മാരകങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗാരോഹണത്തിനു ശേഷം ദ്വാരക പ്രളയത്തിൽ മുങ്ങിയ സമയത്ത് ജലോപരിതലത്തിൽ മഹാവിഷ്ണുവിന്റെ ഒരു വിഗ്രഹം പൊങ്ങിക്കിടന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ പൂജിച്ച പുണ്യവിഗ്രഹം പ്രതിഷ്ഠിക്കുവാൻ ദേവഗുരുവും വായുദേവനും അനുയോജ്യമായ സ്ഥലം അന്വേഷിച്ചു ശ്രീ മഹാദേവൻ തപസ് ചെയ്തിരുന്ന രുദ്രതീർത്ഥ കരയിൽ എത്തിച്ചേരുകയും ആ പുണ്യവിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിന് രുദ്രതീർത്ഥത്തിന്റെ തെക്കേ കരയിൽ അനുയോജ്യമായ സ്ഥലം ഭഗവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഗുരുവും വായും ചേർന്ന് ഭഗവത് വിഗ്രഹം പ്രതിഷ്ഠിച്ച പ്രശസ്ത സ്ഥലം ഗുരുവായൂർ എന്ന് പ്രസിദ്ധമാകുകയും ചെയ്തു. ഗുരുവായൂർ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് കാരണഭൂതനായ മഹേശ്വരന്റെ മഹിമ വാഴ്ത്തിയ മാലോകർ ആ സ്ഥലത്തിന് മഹിമയൂർ എന്ന പേര് നൽകി. അത് ലോപിച്ച് പിന്നീട് മമ്മിയൂർ ആയതെന്നാണ് ഐതിഹ്യം. ഗുരുവായൂർ ദർശനം പൂർണ്ണമാകണമെങ്കിൽ എല്ലാ ഭക്തജനങ്ങൾ മമ്മിയൂരിലെ മഹാദേവ ക്ഷേത്രവും സന്ദർശിക്കണം എന്നാണ് ആചാരം. ഗുരുവായൂർ ഭഗവാനെ തേടിയെത്തുന്ന ഓരോ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടിയുള്ള യാത്ര തുടരുന്നു.